ഇതാണ് ഉപ്പും മുളകും ഇട്ട സാധനം. നല്ല ഉപ്പും മുളകുമുള്ള മണം വരുന്നുണ്ട്. ഇതിൽ പുളിയും മധുരവും ഉള്ളൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ടാസ്ക് സെഷനാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂ നോ ഹൂം ബെറ്റർ, ആരെയാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എന്നുള്ള കാര്യം നോക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മുടെ കയ്യിൽ 2 ബോർഡുണ്ട്, അതുപോലെ 2 മാർക്കറുണ്ട്. പിന്നെ ഇതെന്തുവാടി, പഞ്ചസാര ഇട്ട മറ്റേ സാധനം, നാരങ്ങ പഞ്ചസാര ഇട്ടതാണ്. ഇതിനകത്ത് നാരങ്ങ ഉപ്പും മുളകും കൂടി ഇട്ടാണ് കേട്ടോ. ഇത് മറ്റേ അച്ചാറൊന്നും അല്ല, പച്ച നാരങ്ങയാണ് കേട്ടോ. അതിൻ്റെ തൊണ്ട് മാത്രം നമ്മൾ ചെത്തി കളഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളേ. ഇതേ എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ട, ഇതാണ് ഉപ്പും മുളകും ഇട്ട സാധനം. നല്ല ഉപ്പും മുളകുമുള്ള മണം വരുന്നുണ്ട്. ഇതിൽ പുളിയും മധുരവും ഉള്ളൊരു മണം വരുന്നുണ്ട്. ഇത് തിന്നാൻ ഇച്ചിരി പാടായിരിക്കും എനിക്ക് തോന്നുന്നു. മറ്റേത് ഉപ്പും മുളകും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അത് നമ്മൾ ഉപ്പ് മുളകൊക്കെ ഇട്ട് മാങ്ങ പോലെ ആവാം, അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചോദ്യം അങ്ങോട്ട് നമുക്ക് മാറിയും തിരിഞ്ഞും ചോദിക്കാനുള്ള അവസരമുണ്ട്. ആദ്യം ഞാനാണ് ചോദിക്കുന്നതെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കുന്ന അവളായിരിക്കും. അതെന്തിനെ കുറിച്ചും ചോദിക്കാം. അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറ്റിക്കുന്നവർക്ക് ഈ ഇതിലേതെങ്കിലും ഒന്ന് തിന്നേണ്ടി വരും, അത് ശരിയാക്കുന്നവര് പറയുന്നത് പോലെ. അതായത് ഇപ്പം ഞാൻ ചോദിച്ചവളുടെ കയ്യില് എൻ്റെ ഒരു കാര്യം, അപ്പൊ ഇവക്ക് അറിയത്തില്ല, തെറ്റിപ്പോയെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ജയിച്ചില്ലേ? അപ്പൊ ഞാൻ ജയിച്ചെങ്കിൽ ഞാൻ ഇവളുടെ പറയും ഇതിൽ ഏതിലും ഒരെണ്ണം തിന്നാൻ പറയും. അപ്പൊ ഇവളത് തിന്നണം. അപ്പൊ നമുക്ക് ആ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണാം, അതുപോലെ തിന്നാൻ പറ്റുമോ എന്നുള്ളതും നോക്കാം. അപ്പോൾ പരിപാടി തുടങ്ങുമല്ലേ? ഇത് പിടിച്ചോ, റെഡ്. ഓക്കെ, എനിക്ക് ബ്ലാക്ക്. അപ്പൊ ഇത് മറച്ചു വെക്കണേ, ഞാൻ ചോദിക്കാം ആദ്യം. നീ ചോദിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്, ഫുഡ് ഫ്രൂട്ട്സ് ആകാവാ, അങ്ങനെയല്ല, ഫുഡ് കടയിൽ നിന്ന് മേടിക്കുന്ന ഫുഡ്, അങ്ങനെയല്ല, ഫുഡ് അത് കടയിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും അങ്ങനെയല്ല. ചോദ്യം സ്പെസിഫിക് ആണോ? കടയിൽ നിന്ന് വാങ്ങുന്ന ഫുഡ്, എന്നെ കാണിക്കാതെ എഴുതണേ. ഒരുമിച്ച് കാണിക്കാം. ഓക്കെ. അയ്യോടാ, തെറ്റിപ്പോടാ. ഞാൻ ഷവർമ എഴുതി, ഇവള് ബിരിയാണി എഴുതി, തെറ്റിപ്പോയി. അപ്പൊ എനിക്ക് ബിരിയാണി ഇഷ്ടമൊന്നും നിനക്ക് അറിയത്തില്ലേ? പക്ഷെ ഷവർമ ഇഷ്ടമല്ലേ എനിക്ക്? പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണിയാന്ന് നിനക്ക് അറിയത്തില്ലല്ലേ? നീ ഈ മധുരമുള്ളത് തന്നെ തിന്നു. ഓക്കെ. അപ്പതേ മായമില്ല, മന്ത്രമില്ല, കുരു ഉണ്ടാന്ന് നോക്കട്ടെ. കുരുവില്ല. ഇതേ നമ്മൾ നല്ലോണം അതിന്റെ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് ഇളക്കി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, കഴിക്ക്. കയ്പുണ്ടതിന്. തിന്നോ? പ്രതീക്ഷകളല്ല കേട്ടോ. വിഴുങ്ങ്. ചവട്ടിട്ടുന്നു. കയ്പിന്റെ സീനായിരുന്നു കേട്ടാ. ഞാൻ ഇംഗ്ലീഷുകാരുടെ റീലിനകത്താ കണ്ടിട്ടുള്ളത് ഇത് ഭയങ്കര എളുപ്പമാണെന്നൊക്കെയാണ്. ഈ ടാസ്ക് സെഷനകത്ത് ഞാനിത് കൊണ്ടുവന്നതും ഇതായിരിക്കും ടേസ്റ്റ് എന്ന് ഉദ്ദേശിച്ച, പക്ഷെ ഇല്ല, ഇത് ഓക്കെ അല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫുഡ് ഏതാ? ഇഷ്ടമില്ലാത്ത ഫുഡ് അതിൽ തന്നെ കടയിൽ മേടിക്കുന്നതാണ്, വീട്ടിൽ മേടിക്കുന്നതാണ്, വീട്ടിലുള്ളതാണ്. വീട്ടിൽ വെച്ച് കഴിക്കാൻ കിട്ടുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫുഡ്. നീ ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നേടി, ബാക്കോട്ട് ഇങ്ങോട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫുഡ് ഞാൻ ആലോചിക്കട്ടെ തോന്നുന്നു. കാണിക്കാം. നീ എന്തോടെ എഴുതിയ? ബീട്രൂട്ടാ. നീ എന്തോ വെജിറ്റബിൾ തോരൻ. വെജിറ്റബിൾ ആക്ച്വലി ഞാൻ തോരനല്ല ഉദ്ദേശിച്ച, മറ്റേ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ കുഴച്ചിട്ട് കുറെ. അവിയലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവന് തന്നെ ബോധമില്ല. വെജിറ്റബിൾ അവൻ എഴുതിയിട്ടുണ്ട്, ഞാൻ അതിൽ ബീട്രൂട്ട് എഴുതി. ബീട്രൂട്ട് അവന് ഇഷ്ടമല്ല, അപ്പൊ ഞാൻ പണിഷ്മെന്റ് എടുക്കേണ്ട കാര്യമില്ല. ബീട്രൂട്ട് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നീ ജയിച്ചു. ഞാൻ ടിക്കറ്റ് ഒക്കെ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നീ. ഞാൻ ചോദിക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എപ്പോഴാ? ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് ഞാൻ എഴുതിയാ? ഉത്തരം കാണിക്കാവാ? കാണിക്കേ. വെയിറ്റിംഗ് ടു ഗോ ഔട്ട്സൈഡ് ആൻഡ് ഐ ഗീവ് ഹെർ പോസ്റ്റ്. പുറത്തോട്ട് പോവാന്ന് പറഞ്ഞ് പോസ്റ്റ് ആക്കുമ്പോ
അതെനിക്ക് ദേഷ്യമുള്ള കാര്യം. പക്ഷെ ഞാൻ ചോദിച്ചത് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എപ്പോഴാണ്? നമ്മള് ദേഷ്യം വരുന്ന പീരീഡ്സ് ടൈമിൽ എപ്പോഴും ദേഷ്യമൊന്നുമില്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ എപ്പോഴും ദേഷ്യമൊന്നുമില്ല. അടുത്തത് എടുത്തോ. ഇല്ല പിന്നെ ഇതെനിക്ക് ദേഷ്യം വരും. പക്ഷെ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് ഈ സമയത്താണ്. എടീ പീരീഡ്സ് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ആ സമയത്ത് ദേഷ്യം വരുന്ന എപ്പോഴാ? പുറത്തു പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ബിസി ആക്കുമ്പോ അത് ദേഷ്യം വരും. പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ ദേഷ്യം വരുന്നത് പീരീഡ്സിന്റെ ടൈമിലാണ്. എടി അതിന് കാരണം വേണ്ടേ? പീരീഡ്സിന്റെ ടൈമില്ല. നീ കാരണം അത് കഴിച്ചോ മുളക്. ഇത് ശരിയല്ല കേട്ടാ, ഇത് കറക്റ്റാ. നീ ഇത് തിന്നാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് എടുക്കുക. അതിനകത്ത് ചെറിയ വിസർക്ക. എനിക്കൊന്ന് ഇതിന്റെ ആ തൊലിയില്ല, ആ തൊലിയാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടാസ്ക് കേട്ടാ. അപ്പൊ ഇതിന്റെ എക്സ്പ്രഷൻ കണ്ടോ? ദൈവമേ, എനിക്ക് കണ്ടിട്ട് തന്നെ പുളിക്കുന്നു ഇവിടെയൊക്കെ. ദിസ് ഇസ് ആക്ച്വലി ഗുഡ്. ആ കയ്പുണ്ട് എന്നുള്ള അല്ലാണ്ട് പക്ക. ഇതിനകത്ത് നീ എണ്ണ വല്ല ഒഴിച്ച? കുറച്ച് എണ്ണ ഒഴിച്ചല്ലേ? കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അപ്പം അടുത്തത് നീ ഞാൻ ചോദിക്കണ്ട, ചോദിച്ചോ. ആ സൈഡിലേ മാർക്ക് എഴുതിക്കോട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോബി എന്തുവാ? ഹോബി കണ്ടന്റ് ക്രിയേഷൻ, ഫീഡിങ് ഡോഗ്സ്. അത് നിനക്ക് ഇഷ്ടമുള്ള കാര്യ? അല്ല, സത്യത്തിൽ ഇത് രണ്ടും കൺഫ്യൂഷൻ ആണല്ലോ. അതായത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കണ്ടന്റ് ഉണ്ട്, എല്ലാ കാര്യവും ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഹാപ്പി ആണ്. അപ്പൊ നീ പറഞ്ഞോ, ഞാൻ ഏതാ കഴിക്കേണ്ടത്? അല്ല, നീ ജയിച്ചു. ഇതൊക്കെയാ അതൊക്കെയാടി. തെറ്റായിട്ടുള്ളൊരു സാധനമല്ലല്ലോ. അപ്പൊ നിനക്ക് രണ്ടായേ. പക്ഷെ എന്നാലും രണ്ടുപേരും ഒരേപോലെ എഴുതിയാലേ ശരിയാകത്തുള്ളൂ. ഇല്ല, അങ്ങനല്ല. എന്റെ ഉത്തരങ്ങളിൽ എക്സെപ്ഷൻസ് ഉണ്ട്. എങ്കിൽ ഓക്കെ. അടുത്ത ഞാനല്ല ചോദിക്കേണ്ടത്. അടുത്ത നീയാ. ഞാൻ നിനക്ക് തന്ന ഫസ്റ്റ് ഗിഫ്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് ഗിഫ്റ്റാ? ഓക്കെ, കാണിക്കാം. നീ പറഞ്ഞേ. വണ്ടർലയിലെ പേനയാണ്. അല്ല, ശംഖ്. സ്ലാഷ് ഇട്ടുണ്ട്. അതും വണ്ടർലയിൽ തന്നെയല്ലേ? ഓക്കെ. ഈ പരിപാടി ഇനി പറ്റത്തില്ല. സ്ലാഷ് ഇട്ടിട്ട് എഴുതാൻ പറ്റില്ല. വണ്ടർലയിൽ നിന്ന് നീ വാങ്ങിച്ചോണ്ട് വന്ന ഒരു സംഭവമാണല്ലോ. ഇല്ല, ഇനി എഴുതുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ ഒന്നുണ്ട് എനിക്ക്. ഓക്കെ. അപ്പൊ എനിക്ക് ഒന്നായി. നിനക്ക് എത്രയായി? 2. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം ഞാനല്ലേ. നമ്മുടെ കാറിന് ഞാൻ ഒരു പേരിടുവാണെങ്കിൽ അതെന്തായിരിക്കും? ബീസ്റ്റാ? ടൂത്ത്ലെസ് മറ്റേ ഡ്രാഗൺ അല്ലേ? പേര് തിന്നണം ഞാൻ. നീയാ? നീ ഇത് തിന്നാ മതി, മുളക് ഉപ്പും കൂടെ ഉള്ളത്. മറ്റേത് ഭയങ്കര പാടാട്ടാ. എക്സ്പ്രഷൻ ചാലഞ്ച്. വിഴുങ്ങിയ എടി ചവച്ച് തിന്നണം. കുറച്ച് ചവച്ചിട്ട് ഒറ്റ വിഴുങ്ങല്. അങ്ങനല്ല കേട്ടാ. അപ്പൊ ഓക്കെ, അടുത്ത നിന്റെ. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. ഉത്തരം എന്താ? നിന്റെ ഉത്തരം എന്തുവാ? സ്ലീപ്പിംഗ്. പിന്നെ സ്ലീപ്പിംഗ് ഒക്കെ എല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇല്ല, ഞാൻ ഭയങ്കര ഉറക്ക വിശ്വാസ. നീ തന്നെ പറയാറുണ്ടല്ലോ. നിനക്ക് ഉറങ്ങുന്നതാണോ, അതായത് ഉണർന്നിരിക്കുന്ന സമയത്ത് ഉറങ്ങുന്നതാണോ, പിമ്പിൾ പൊട്ടി ഞങ്ങളുടെ മുഖത്തു നിന്നുള്ള പിമ്പിൾ പൊട്ടിക്കുന്നതാണ് ഇഷ്ടം? എൻ്റെ ആയാലും അമ്മയുടെ ആയാലും. എനിക്ക് ഉറങ്ങുന്ന ഇഷ്ടം ആണല്ലോ അല്ലേ? ഇനി നീ പിമ്പിൾ പൊട്ടിക്കാൻ വാ. ഇത് ഓക്കെ. നെക്സ്റ്റ് വൺ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കടയിലെ ഫുഡ്. ഇഷ്ടമുള്ളത്, നേരത്തെ ഇഷ്ടമില്ലാത്തതല്ലേ നമ്മള്? കടയിലെ ഫുഡ് ഏറ്റവും ഇഷ്ടമുള്ളത് കടയിലെ ഫുഡ്. കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ആകാം, അത് ഫുഡ് ഐറ്റം ആണോ? കടയിലെ ഫുഡ്. എന്താ? ഷവർമ്മ. ഓക്കേ, ഭാഗ്യം. അപ്പൊ നിനക്ക് എത്രയായി? 3. എനിക്ക് 1.
എനിക്ക് പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഐസ്ക്രീം ആണെന്ന്. കാരണം ചോക്ലേറ്റ് ഐസ്ക്രീം ഇവന് ഭയങ്കര ഇഷ്ടം. ചോക്ലേറ്റ് ഐസ്ക്രീം, ഷേക്ക്, ഇങ്ങനത്തെ സാധനമൊക്കെ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. സ്വീറ്റ് ടൂത്താ, സ്വീറ്റ് ടൂത്ത്. എനിക്ക് +2 എത്ര ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു? പേടി 86 നിനക്ക് എത്രയായിരുന്നു? 89 എങ്ങാണ്ടായിരുന്നു തോന്നുന്നു നിനക്ക്. എനിക്ക് 84%. അപ്പൊ എനിക്ക് എങ്ങനെ 86 ആകും? ആ എനിക്ക് 84 ഉള്ളായിരുന്നു. 84.4 എന്നുണ്ട്. എടാ പോടാ, അതിൽ കൂടുതലുണ്ട്. ഇല്ലടി 84, 84 98% 10ാം ക്ലാസ്സിൽ. +2 വന്നപ്പോൾ 84%. ഷോ അപ്പൊ എനിക്ക് എത്ര? പോളിയിൽ വന്നപ്പോഴും എനിക്ക് 84%. അവിടെ രണ്ടിടത്ത് സെയിമാ. ആണോ? അപ്പൊ എനിക്ക് എത്ര? എനിക്ക് 82, 83 കണ്ട. എന്റെ CV എടുത്ത് നോക്ക്. CV ഇതിനകത്തുണ്ടോ? കാണും. 86% ആവട്ടെ നിനക്ക്. ആണോ? ആ അപ്പൊ എനിക്ക് കുറവ്. എനിക്ക് 84 തന്നെയാ. പക്ഷെ ഗ്രേഡ് കൂടുതൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിനക്ക് തന്നെയാ. അപ്പൊ കറക്റ്റ് നിന്റെ. അപ്പൊ നിനക്ക് 4 ആയി തോന്നുന്നു. എനിക്ക് 84 ആണ്. 86 ആണ്. 86 തന്നെ. അപ്പൊ നിനക്ക് 4 ആയില്ലേ? അല്ല എനിക്ക് 3 ആയുള്ളൂ. നീയല്ലേ ഇപ്പൊ തെറ്റിച്ചത്? അപ്പൊ ഞാൻ തിരിക്കുന്ന നിനക്ക് ഒരു മാർക്ക് കൂടും. ഇല്ല, ഞാൻ പറയുന്നതിന് മാത്രമേ. ഇതിന് ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ ഈ സംഭവം. നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. ഇല്ല നിനക്ക് 4 ഉണ്ട്. കുട്ടിക്ക് 4. ഇനി അടുത്ത ചോദ്യം. ആരാ? ഞാൻ. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്. അതൊരു ടോപ്പ് 3 വന്നാ മതി. സിനിമ പറഞ്ഞു തരുമോ? സിനിമ പറഞ്ഞു തരത്തില്ല, പാട്ട്. ഇത് 3 പാട്ട് എഴുതാവാ? വേണ്ട. ഇല്ല എഴുതിയത് കാണിക്കും. ഏതായത്? ഓക്കെ, റിച്ച് ഉണ്ട്. അതിന്റെ പുറകെ ബാബാജിക്ക് ബൂട്ടി ഉണ്ട്. ഒന്നും കഴിക്കണ്ടല്ലോ ഞാൻ. ഇല്ലില്ല, കറക്റ്റാ. അപ്പൊ നിനക്ക് അടുത്ത മാർക്കായേ 5 ആയി. എനിക്കാണല്ലോ മാർക്ക് മൊത്തം. എന്റെ പൊന്നല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ. ടോപ്പ് 3 വന്നാ മതിയാ? അങ്ങനെയൊന്നും പറ്റത്തില്ല. അയ്യോ, അങ്ങനെ പറ്റണം. എക്സാക്ട് കളർ വേണം. എന്റെ മാർക്ക് 10ാം ക്ലാസ് തൊട്ട് നിന്റെ ഇഷ്ടമുള്ള കളർ റെഡാ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഇഷ്ടമുള്ള കളർ. അത് വേണ്ട, ഞാൻ ചോദിച്ച ചോദ്യം റിപ്പീറ്റ് ചെയ്യരുത്. അത് പറ്റത്തില്ല. വേറെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ. കൊറേ സിനിമ നിനക്ക് ഇഷ്ടമാണല്ലോ. മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ? മലയാളം മതി. മലയാളം പിടിച്ചോ. ഇഷ്ടമുള്ളൊരു സിനിമ ഏതാടി? കാണാമില്ല. എന്നിട്ട് ഇടുക്കി ഗോൾഡാ? നീ എന്നോട് പറഞ്ഞിട്ടുള്ള ഇടുക്കി ഗോൾഡ് നിനക്ക് ഇഷ്ടം? ഇടുക്കി ഗോൾഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു സമയത്തൊക്കെ. ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ കുറച്ചുകൂടെ എൻ്റെ വൈബൊക്കെ കുറച്ചുകൂടെ ചേഞ്ച് ആയി. ഇത് മറ്റേ സിനിമയല്ലേ? മറ്റേ അലീന. എനിക്ക് കറക്റ്റ് ആണോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നീ മധുരം കഴി ഞാൻ ഇച്ചിരി ആ വെള്ളത്തിൽ മുക്കിക്കോ. വിഴുങ്ങല് ചവച്ച് തിന്നണം. ചവച്ച് കഴിക്കണം. ചവക്കടി. ചവക്ക്. എന്താടി? വിഴുങ്ങിക്കോട്ടെ. വേണ്ട. ഇനി വേണ വിഴുങ്ങിക്കോ. പുരൊന്നും വിഴുങ്ങല്ലേ. കയ്പല്ലായിരുന്നു അല്ലേ? കണ്ടിട്ട് വരെ വിളിക്കുന്നു. ഓക്കെ ഫൈൻ. വെള്ളമൊന്നും ഇല്ല കേട്ടോ ഇവിടെ. വെള്ളം വേണ്ട. അപ്പൊ ഇനി നിന്റെ ചോദ്യം. 3-5 നിൽക്കുവാണേ. ഞാൻ ചില സമയത്ത് ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യുന്ന എന്തിനാ? ചില സമയത്ത് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വരും. അതെന്തുവാന്നാ? തെറ്റിപ്പോയി. ചോക്ലേറ്റ് ആണ്. അത് ജ്യൂസാണ്. അത് ഇന്ന് ജ്യൂസ് വാങ്ങിച്ചോണ്ടാ. ഇടയ്ക്കിടയ്ക്ക് ഇതായിരിക്കുമ്പോ ജ്യൂസ് എന്ന് പറയില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഓർത്ത ഇതാണ്. ഞാൻ മിഠായിക്കല്ലേ ക്രേവ് ചെയ്യുന്നേ. നീ എവിടെ പോയാലും ഞാൻ സ്നിക്കേഴ്സ് ഇപ്പൊ കുറവാണല്ലേ, പക്ഷെ എനിക്ക് അതല്ലേ കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ഞാൻ മിഠായിയൊക്കെ ഷുഗർ കട്ട് ചെയ്യാന്നുള്ള പ്ലാനില്ല. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ പറഞ്ഞാലും വാങ്ങിച്ചു തരരുതെന്ന്.
അപ്പം ഞാൻ ഇത് കഴിക്കണം. എരിവുള്ള കഴിച്ചോ. എരിവുള്ള കഴിക്കട്ടെ. ഓക്കെ. ഇത് പിന്നെയും കഴിക്കാം, ഇതാ ഒട്ടും കഴിക്കാൻ പറ്റാത്തത്. ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് നിനക്ക്? ഏറ്റവും 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 മാംഗോയാ സ്ട്രോബെറിയാ? എനിക്ക് ഏറ്റവും ഇഷ്ടം സ്ട്രോബെറി. ഇല്ല, നിനക്ക് മാംഗോ. എനിക്ക് ഏറ്റവും ഇഷ്ടം സ്ട്രോബെറിയാ. മാംഗോ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സ്ട്രോബെറി അതിനേക്കാളും ഭയങ്കര ഇഷ്ടം. ഒരു ഇത് തന്നെ. ഞാൻ തെറ്റിക്കുമ്പോൾ നിനക്കപ്പോ സ്കോർ. അപ്പൊ എനിക്ക് 4 ആയല്ലോ. വാശിയേറിയ പോരാട്ടം. എരിവ് പറയടാ. എരിവൊന്നും താങ്ക് യു. ഇനി എരിവ് തിന്നണ്ടായിരുന്നു. നിന്റെ വെള്ളം വല്ലതും കുടിച്ച് വിടാം. പറ്റണില്ല ഏട്ടാ. അയച്ചു വെള്ളം കുടിച്ചാൽ മതി എൻ്റെ. ഇല്ലടി, സത്യമായിട്ടോ. എനിക്ക് പെരുത്ത് നേരത്തെ വിഴിഞ്ഞല്ലേ. എനിക്ക് ഇടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡ്രസ്സ് എന്തുവാ? ഏറ്റവും കൂടുതൽ ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്സാ? ഇഷ്ടമുള്ള ഡ്രസ്സ് എനിക്കറിയാം. തെറ്റിച്ചാലാണേ. ജീൻസും ക്രോപ്പ് ടോപ്പ് പോലത്തെ ടീഷർട്ടും. കറക്റ്റ്. എന്ത് എഴുതിയ? ജീൻസ് ആൻഡ് ടോപ്പ്. കണ്ടാ? അപ്പൊ 5 ആയി കേട്ടാ. അപ്പം 5 ആയിട്ടുണ്ട്. ഒരു ചോദ്യം കൂടെ, ഒരു മാർക്കും കൂടെ കിട്ടുമ്പോൾ നിർത്താം. എനിക്ക് ഇനി ഇത് തിന്നാൻ വയ്യ. ഇനി നമുക്ക് അടുത്ത ചലഞ്ചിൽ വേറെ പല സാധനവും കൊണ്ടുവരാം കേട്ടാ. മധുരമുള്ള എന്തെങ്കിലുമൊക്കെ വെക്കാം. കുറച്ചുകൂടി നീയല്ലേ ചോദിക്കേണ്ടത്? ചോദിക്കും. ഞാനാണോ? ഓക്കെ. എനിക്കേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയം ഏതായിരുന്നു? ദാറ്റ്സ് എ ടഫ് ക്വസ്റ്റ്യൻ. നിനക്ക് എല്ലാ വിഷയവും ഇഷ്ടമായിരുന്നു. പക്ഷെ ഏത് വിഷയമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്കൊക്കെ ഞാൻ വൈബടിച്ച് ഉത്തരം എഴുതുന്ന വിഷയം രാജു സാറ് പഠിപ്പിക്കുന്നതായിരുന്നു. ട്യൂഷൻ ക്ലാസ്സിൽ രാജു സാറ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. നീ ഫിസിക്സ് അല്ലേ എഴുതിയ, ഞാൻ ഇംഗ്ലീഷ് എഴുതിയ. അതായത് ഇവൻ എല്ലാ വിഷയവും ഇഷ്ടമാണ്. കാരണം ഇവൻ നന്നായിട്ട് പഠിക്കും. ഇവൻ എല്ലാം എൻജോയ് ചെയ്ത് ഭയങ്കര ഇതായിട്ട് പഠിക്കും. പക്ഷെ എനിക്ക് ഇംഗ്ലീഷില്ലേ പരീക്ഷ എഴുതുന്ന സമയത്ത് മറ്റേ ഹൊറഗലൂനെ കുറിച്ച് പരീക്ഷ ചോദിക്കത്തില്ലേ? അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഈ കറങ്ങാൻ പോണ വഴിക്കുള്ള ഹൊറഗലൂസിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഇപ്പോൾ 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ഒരു 10 മാർക്കിന് എഴുതുന്ന പോലെ എഴുതും, ഒരു വൈബിന് പുറത്ത്. എന്ന് വെച്ചാൽ എനിക്കറിയാം അത്ര എഴുതേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു സുഖമാണ് എനിക്കത് എഴുതുമ്പോൾ കിട്ടുന്നത്. എനിക്ക് മാർക്കിനേക്കാളും ആ സമയത്ത് ഞാൻ അതൊക്കെ നോക്കുമായിരുന്നു വലിയ പരീക്ഷയ്ക്ക്. അപ്പം അതാ ഞാൻ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുതാൻ പറ്റുമ്പോൾ ഞാൻ ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയ സംസാരിക്കൂലേ, അതുപോലെ ആയിരുന്നു. പണ്ടെങ്ങനെയാ ഇഷ്ടമുള്ള കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ നിർത്തത്തില്ല. എൻ്റെ ഒരു വൈബിന് പുറത്തുള്ള ലൈഫാണ് എൻ്റെത്. അപ്പോ എനിക്ക് 6 കിട്ടി, ഞാൻ ജയിച്ചു. എനിക്ക് 5 മാർക്കേ ഉള്ളൂ, 1 മാർക്കിന് ഇവൻ ജയിച്ചു. ആദ്യമൊക്കെ ഞാൻ ശോകമായിരുന്നു, പക്ഷെ പിന്നെ ഞാൻ പിടിച്ച്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലേ ഇത് സംഭവം കൊള്ളാം കേട്ടോ. എനിക്ക് ഈ മുളകിലുള്ള അത് മുളകിട്ടത് കഴിക്കാൻ കുഴപ്പമില്ല, പക്ഷെ ഇത് കഴിക്കാൻ എടാ വയറിളക്കം പിടിക്കരുത്. നാരങ്ങ കുഴപ്പമുണ്ട് കേട്ടാ. എടാ കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ നാരങ്ങ കഴിക്കും. കയ്പാണ് സീ. അടുത്ത ചലഞ്ചിന് നമുക്ക് പാവയ്ക്ക വെക്കാം. വേണ്ട, വല്ല മധുരം, ഉപ്പ്, എരിവ് അങ്ങനത്തെ സാധനമൊക്കെ പിടിക്കാം. നമുക്ക് പറ്റുവാണെങ്കിൽ ജോളച്ചിപ്പൊക്കെ മേടിക്കാം. അതൊക്കെ പണ്ടത്തെ സാധനമാണ്, നമ്മളൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അതൊന്നും ചെയ്ത് നോക്കാം. അപ്പൊ അത്രേ ആലോചിക്കാം. അപ്പോ ദാറ്റ്സ് ഇറ്റ്. നമ്മള് ഒരു ടിപ്പ് ചുമ്മാ പറഞ്ഞുതരും, ഒരു അവസരം കിട്ടിയ പറയുന്നേ ഉള്ളൂ കേട്ടോ. എന്ത് ഒരു ടിപ്പ്? അതായത് നമ്മള് കല്യാണം കഴിക്കുമ്പോഴായിക്കോട്ടെ, സ്നേഹിക്കുമ്പോഴായിക്കോട്ടെ, മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും 2 ആൾക്കാരാണ്. അല്ലാതെ ഞാൻ ഇവളുടെ എല്ലാ കാര്യം അറിഞ്ഞിരിക്കണമെന്നില്ല, ഇവൾ എൻ്റെ എല്ലാ കാര്യം അറിഞ്ഞിരിക്കണമെന്നില്ല. നമുക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ പറയുക, നമുക്ക് കേൾക്കാൻ തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ കേൾക്കുക. അതുപോലെ ആരെയും ഒന്നിനും പിടിച്ച് നിർബന്ധിച്ച് നിർത്താണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴുകാനുള്ളൊരു അവസരം കൊടുക്കുക എന്നുള്ള ആ ഒരു സാധനം നമ്മൾ, അതായത് അത് നമ്മുടെ ഫ്രീഡം കൊടുക്കുന്നതിൻ്റെ ഭാഗമല്ല, നമ്മൾ ആരുടെയും ഫ്രീഡത്തിൽ കൈ ഇടപെടാത്തതിൻ്റെ ഭാഗമാണ് ആ ഒരു സാധനം, ആ ഒരു ഫ്രീഡം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് കിട്ടും. ആ ഒരു റിലേഷൻ നൈസായിട്ട് പോകും. ഈ പറയുന്ന ഞാൻ പണ്ടൊക്കെ അടിപൊളിയായിരുന്നു. അത് എനിക്കറിയത്തില്ല ഒരു റിലേഷൻ ആകുമ്പോൾ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത്, എനിക്ക് ഒരു പിടുത്തമില്ലായിരുന്നു. എനിക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. പിന്നെ നമ്മൾ വളരുന്ന അനുസരിച്ച് മാറ്റങ്ങൾ വരും. നമ്മൾ നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യും. എക്സാക്ട്ലി. നമ്മുടെ റിലേഷനും അപ്ഗ്രേഡഡ് ആവും.
അങ്ങനെയാണ് ഞങ്ങൾ അപ്ഗ്രേഡ് ആയിട്ട് കല്യാണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനിയും ഞങ്ങൾ അപ്ഗ്രേഡ് ആവാനുണ്ട്. ഒരു കുഞ്ഞൊക്കെ ആകുമ്പോൾ പിന്നെയും നമ്മൾ കുറെ കൂടെ കാര്യങ്ങൾ പഠിക്കുകയും മുന്നോട്ട് വരികയൊക്കെ ചെയ്യും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ നമ്മുടെ റിലേഷൻസിനെയൊക്കെ ഫ്രീഡത്തോടെ കൊണ്ടുപോവുക, ശ്വാസം വിടാനുള്ള അവസരം കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ അടുത്ത എന്തെങ്കിലും സാധനമായിട്ട് വരാം.